ദില്ലിയിലേക്കാണ് പോകുന്നത്. അവിടെ CJPയുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോഴും CJPയുടെ പ്രവർത്തകരും അഭിജിത്ത് ദീപ്കെ അടക്കമുള്ള ആളുകളും തെരുവിൽ പോരാട്ടത്തോടൊപ്പം ദില്ലിയിൽ നിന്ന് ചേരുന്ന. ഫെമിന, ഇത്ര ദിവസമായി CJP വലിയ പ്രതിഷേധമുയർത്തി തെരുവിൽ തുടരുകയാണ്. അപ്പോഴും നിരന്തരമായിട്ടുള്ള ആവശ്യമുയരുന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, NTA പിരിച്ചുവിടണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉയരുമ്പോഴും ഒരു കുറ്റകരമായിട്ടുള്ള മൗനമല്ലേ കേന്ദ്ര സർക്കാർ തുടരുന്നത്? അത് തീർച്ചയായും CJP പ്രതിഷേധം അനുദിനം വളരെയധികം ശക്തമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും അവരുടെ പ്രധാനപ്പെട്ട ആവശ്യമായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ളത് അംഗീകരിക്കാൻ കേന്ദ്രം തയ്യാറാകുന്നില്ല. ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നത്. ഇപ്പോൾ കുറച്ചു നേരം മുൻപ് ഈ BJPയുടെ സദാനന്ദൻ MP ഇത്തരത്തിൽ മാധ്യമങ്ങളെ കണ്ടിരുന്നപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ ചെയ്തതിൽ തെറ്റില്ല, എന്തിനാണ് ഒരു മന്ത്രി രാജിവെക്കുന്നത് എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ഉയർത്തിയത്. അദ്ദേഹം ഇത്തരത്തിൽ 75,000-ഓളം വിദ്യാർത്ഥികൾ പ്രതിഷേധം നടത്തുമ്പോഴും 22ഓളം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു. ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്രമന്ത്രി രാജിവെക്കേണ്ടതില്ല എന്നാണ് BJP ഇപ്പോഴും സ്വീകരിക്കുന്ന നിലപാട്. ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിക്കുകയാണ്. എന്നാൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതിനപ്പുറത്തേക്കുള്ള ഒരു അനുനയ ചർച്ചയ്ക്ക് CJP വക്താക്കൾ തയ്യാറാകുന്നില്ല. ഈ ഗവൺമെന്റിന്റെ സർക്കാരിന്റെ ദിനങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു എന്നാണ് CJP വക്താക്കൾ പ്രതികരിച്ചത്. അത്തരത്തിൽ ഈ ഒരു പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം. അതേസമയം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു പ്രതിഷേധത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങളാണ് നടക്കുന്നത്. മുംബൈയിൽ, അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ പല ഭാഗങ്ങളിൽ, ബാംഗ്ലൂരിൽ, നോർത്ത് ഈസ്റ്റിൽ, അതുപോലെ തന്നെ ബീഹാറിലെല്ലാം വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. ഈ പോലീസിന്റെ പാർലമെന്റ് മാർച്ചിൽ പോലീസ് നടത്തിയ അതിക്രമത്തിനെതിരായി കൂടിയാണ് ഈ ഒരു പ്രതിഷേധം ശക്തമാകുന്നത്. അങ്ങനെ രാജ്യത്തെമ്പാടും വലിയ ഒരു യുവജന രോഷമാണ് വരുന്നത്. ഇപ്പോൾ ദില്ലി ജന്തർ മന്ദിറിലേക്ക്, പ്രതിഷേധ വേദിയിലേക്ക് ഇപ്പോഴും ആളുകൾ ഒഴുകിയെത്തുകയാണ്. തങ്ങളുടെ ആവശ്യം അംഗീകരിക്കുന്നത് വരെ സമരം തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധക്കാർ വ്യക്തമാക്കുന്നത്. ഈ രാജ്യത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാർ ആർക്കു വേണ്ടിയാണ് ഭരണം നടത്തുന്നത് എന്ന തരത്തിലേക്കൊക്കെ നമുക്ക് ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് ഫെമിന. കാരണം കോർപ്പറേറ്റുകൾക്കൊക്കെ എല്ലാം വാരിക്കോരി കൊടുക്കുന്ന നിലപാട്, അവരെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്നു. കേവലം അവകാശങ്ങൾക്ക് വേണ്ടി, തങ്ങളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന വിദ്യാർത്ഥികളെ തല്ലിച്ചതയ്ക്കുക, അതിക്രൂരമായി ആക്രമിക്കുക, പെല്ലറ്റുകൾ അടക്കം അവരുടെ ദേഹത്ത് തുളച്ചു കയറുന്ന സാഹചര്യം, സ്ത്രീകളെന്ന് ഒരു പരിഗണന പോലും നൽകാതെ നിർദാക്ഷിണ്യം തല്ലിച്ചതക്കുകയാണ്. അതും സിവിൽ ഡ്രസ്സിലൊക്കെ. അതാരാണ്, പോലീസാണോ എന്ന് പോലും നമുക്ക് ഉറപ്പിച്ച് പറയാനാകാത്ത ആളുകളൊക്കെ തല്ലിച്ചതയ്ക്കുന്നു. ഇങ്ങനെയാണോ ജനാധിപത്യപരമായ ഒരു രാജ്യത്ത് ജനാധിപത്യപരമായ ഒരു സമരത്തെ ഒരു സർക്കാർ നേരിടേണ്ട രീതി? അത് തീർച്ചയായും ഈ വിദ്യാർത്ഥികളെ അവരുടെ ആവശ്യത്തെ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. മറിച്ച് ഈ പോലീസിനെ ഉപയോഗിച്ച്, CRPFനെ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ഒരു സമരത്തെ അടിച്ചമർത്താനുള്ളൊരു നീക്കമാണ് ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. വലിയൊരു ജനകീയ പ്രതിഷേധം വരുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു ചർച്ചയിലൂടെ അവരുടെ ആവശ്യങ്ങളെ കേൾക്കാൻ, അംഗീകരിക്കാൻ തയ്യാറാകുന്നതിന് അപ്പുറത്തേക്ക് ഈ ഒരു സമരത്തെ അടിച്ചമർത്താനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. ഇതിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്.